ഹായ് ഡിയേഴ്സ്, ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു നാട്ടിൽ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ആ വ്യാപാരിക്ക് ഒരു കുതിര ഉണ്ടായിരുന്നു. ഈ കുതിര ആ വ്യാപാരിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കുതിരയാണ്. അങ്ങനെ പതിവ് പോലെ വ്യാപാരിയും ആ കുതിരയും നടന്നു പോകുന്ന സമയത്ത് ഒരു പൊട്ടക്കിണറ്റിലേക്ക് കുതിര കാൽ തെറ്റി വീഴുകയാണ് ചെയ്യുന്നത്. വ്യാപാരി ഒരുപാട് ശ്രമിച്ചു ആ കുതിരയെ കയറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കാരണവശാലും കുതിരയെ കയറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ അയാൾ സ്വയം പറഞ്ഞു, ഒരുപാട് പ്രായമായതല്ലേ കുതിര, അവിടെ കിടക്കട്ടെ, ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞാൽ പ്രായമായ കുതിരയ്ക്ക് മരുന്നും ചികിത്സകളൊക്കെ വേണ്ടി വരും. അപ്പം അതിലും നല്ലത് അത് അവിടെ കിടന്ന് ചത്തുപോയിക്കോട്ടെ. അങ്ങനെ അയാൾ തിരിച്ചുപോയി. വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും കാണുന്നത് കുതിര ഒരു മേച്ചിൽ സ്ഥലത്ത് നിന്ന് ആ ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത്. ഇയാൾക്കാകെ ആശ്ചര്യമായി, ഇതെങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളത്. പക്ഷെ ബുദ്ധിമാനായ കുതിര ചെയ്തത്, ഈ ആൾ ഈ കിണർ കുതിരയടക്കം മൂടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തൊഴിലാളികളെല്ലാം കൂടി അതിലേക്ക് മണ്ണിടുന്ന സമയത്ത് തൻ്റെ ദേഹത്ത് മണ്ണ് വീഴുമ്പോൾ ആ കുതിര അത് കുടഞ്ഞ് ആ ഇടുന്ന മണ്ണിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ മണ്ണ് ഇടുന്നതിനനുസരിച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കുതിര കിണറിൻ്റെ പുറത്തേക്ക് എത്തുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പാഠം, സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആളുകൾ നമ്മളിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിനൊക്കെ വളമാക്കിക്കൊണ്ട് അത് ചവിട്ടിക്കടന്നിട്ട് വേണം നമ്മുടെ ഉയർച്ചയിലേക്ക് എത്താൻ. അങ്ങനെ ആ ഉയർച്ചയിലൂടെ മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്നതായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാഠം ഉൾക്കൊള്ളുന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത്. താങ്ക് യു. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ ചാനലിനെ കൂടെ കൂട്ടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.